ഹായ് ഓൾ, മാത്സിൽ നല്ല താല്പര്യമുള്ള കുറച്ച് കുട്ടികൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയുടെ പേരാണ് മാത്സ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ 2024. ഓക്കെ, MTSനെ കുറിച്ച് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ക്ലാസ് 9 MTSC എക്സാമിനേഷൻ വരാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ MTSനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഈ എക്സാമിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദർ വിൽ ബി സെപ്പറേറ്റ് എക്സാമിനേഷൻ ഫോർ ഈച്ച് സ്റ്റാൻഡേർഡ്. എല്ലാ സ്റ്റാൻഡേർഡിനും സെപ്പറേറ്റ് എക്സാമിനേഷൻ ഉണ്ടാവും. മാത്രമല്ല CBSEക്കും പിന്നെ സ്റ്റേറ്റ് സിലബസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ICSE സിലബസിനും ഉണ്ടായിരിക്കും. സോ ടോട്ടൽ 12 വരെയുള്ള എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. സോ 24 റാങ്ക് ലിസ്റ്റുകളായിരിക്കും ഓരോന്നിനും ഉണ്ടായിരിക്കുക. സോ ക്യാഷ് അവാർഡ്സും സർട്ടിഫിക്കറ്റും ഫസ്റ്റ് 10 റാങ്ക് ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. മാത്രമല്ല സർട്ടിഫിക്കറ്റ്സ് ആർക്ക് കിട്ടും? ക്യാഷ് അവാർഡ്സ് ഫസ്റ്റ് 10 റാങ്ക് ഹോൾഡേഴ്സിനായിരിക്കും കിട്ടുക. സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നത് 80% മുകളിൽ മാർക്കുള്ളവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. ഇതിൻ്റെ ക്യാഷ് പ്രൈസിൻ്റെ അവാർഡ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. എക്സാമിൻ്റെ പാറ്റേൺ. MTSC 2 സ്റ്റേജിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഒരു പ്രീവിയസ് എന്ന പേരിൽ ഒരു എക്സാം നടക്കും, പിന്നെ ഫൈനൽ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ എക്സാം നടക്കും. സോ MTSC പ്രീവിയസിൽ വരാൻ പോകുന്നത് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 50 സ്കോർ ആയിരിക്കും, 1.5 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. അതായത് December 8 നമ്മുടെ പ്രീവിയസ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം ഉണ്ട്. സോ 2 PM to 3:30 PM ആയിരിക്കും നമ്മുടെ എക്സാം എടുക്കുക. ഇതാണ് പ്രീവിയസ് എക്സാം. ഇനി പ്രീവിയസ് എക്സാമിൽ ക്വാളിഫൈ ചെയ്യുന്ന 10 കുട്ടികൾ എങ്ങാണ്ടുണ്ടാവും പെർ ഡിസ്ട്രിക്ട്. അവർക്ക് വേണ്ടി നടക്കുന്ന എക്സാമാണ് MTSC ഫൈനൽ. ഓക്കെ, അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ആ ഫൈനൽ എക്സാമിൽ ഉണ്ടായിരിക്കുക. 1 hour ആയിരിക്കും, 30 സ്കോർ ആയിരിക്കും അതുണ്ടായിരിക്കുക. അത് എപ്പോൾ എക്സാം നടക്കുക? January 25 ആയിരിക്കും നടക്കുക. സോ അറൗണ്ട് ഒരു 1.5 months ഗ്യാപ്പ് ഉണ്ടായിരിക്കും. സോ 2:30 to 3 PM ആയിരിക്കും നമ്മുടെ എക്സാമിനേഷൻ നടക്കുക 2025. ഓക്കെ, സോ ഇനി നമ്മൾ കാര്യമായിട്ട് ഇവിടെ കവർ ചെയ്യാനുള്ളത് ക്ലാസ് 9 വരാൻ പോകുന്ന MTSCയുടെ സിലബസ് ആണ്. ഓക്കെ, സോ പോർഷൻസ് കവേർഡ് അപ് ടു 30th of November. December 8 എക്സാമിനേഷൻ വരുന്നത്. സോ November 30 വരെ നിങ്ങളുടെ പഠിക്കുന്ന ക്ലാസ്സിൽ എത്ര വരെയാണ് മാത്സിൽ കവർ ചെയ്തിട്ടുള്ള സിലബസ്, അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. സോ ക്വസ്റ്റ്യൻസ് ഫ്രം ദ എക്സാമിനേഷൻ ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ മാത്സ് ടെക്സ്റ്റ് ഓഫ് ക്ലാസ് 9. സോ ക്ലാസ് 9 CBSEക്കും സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ എക്സാമിനേഷൻ നടക്കുന്നത് സെൻറ്റർ ബേസ്ഡ് ആയിരിക്കും. സോ നിങ്ങൾ അപ്ലൈ ചെയ്യൽ രജിസ്റ്റർ ചെയ്യൽ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിൽ നിങ്ങളെ ടീച്ചേഴ്സിനോട് അറിയിക്കുക. മിനിമം 25 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ സ്കൂൾ ഒരു സെൻറ്റർ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ നേരെ നിങ്ങൾ ക്ലാസ് ടീച്ചറോട് പറയാം MTSCൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ സ്റ്റേറ്റ് സിലബസിൽ വരാൻ പോകുന്ന സിലബസ് നമ്മൾ പറയാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററൽസ്. അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ചാപ്റ്ററിൽ കാര്യമായിട്ട് വരുന്നത് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. സോ പാരലോഗ്രാംസ് ആൻഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് എന്നുള്ള ഒരു സെക്ഷനും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പൈതഗോറസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രയാങ്കിൾസ് എന്നും. പോളിഗൾസിനെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് എല്ലാം പഠിക്കേണ്ടതുണ്ട്. സോ നമ്പർ ഓഫ് സൈഡ്സും ഇന്റീരിയർ ആംഗിൾസിൻ്റെ സം പ്രോപ്പർട്ടിയും അതെല്ലാം എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം പ്രോപ്പർട്ടിയും എല്ലാം പഠിക്കേണ്ടതുണ്ട്. ലൈൻസ് ആൻഡ് ആംഗിൾസിൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കുക. പാരലൽ ലൈൻസും പിന്നെ എല്ലാ ആംഗിൾസും ഒബ്റ്റ്യൂസ് ആംഗിൾസ്, റൈറ്റ് ആംഗിൾ, അങ്ങനത്തെ ആംഗിൾസ് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ സർക്കിൾസ് ഉണ്ടായിരിക്കും, ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് ഉണ്ടായിരിക്കും. സോ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ എന്ന് പറയുമ്പോൾ സെക്ടറും അങ്ങനത്തെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വേറെ സർക്കിൾ വന്നിട്ടുള്ള കേസും അങ്ങനെ ഏരിയാസ് ഒക്കെ കണ്ടുപിടിക്കാനുണ്ടാകും. സർക്കിൾസിൽ വരാനുള്ള കോഡ്സ്, ടാൻജൻസ്, സീക്വൻസ്, അവരുടെ ഓരോ പ്രോപ്പർട്ടീസ് ഇതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. വേറെ 3D ഷേപ്പിൽ പഠിക്കാനുള്ളത് ഓരോ ക്യൂബ്, ക്യൂബോയിഡ്, കോൺ, ഹെമിസ്ഫിയർ, സ്ഫിയർ എന്നീ 3D ഷേപ്പുകളുടെ എല്ലാം സർഫസ് ഏരിയ, വോളിയം എന്നുള്ള കേസൊക്കെ ആയിക്കാരം നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ്. സോ A+B² A+B × A-P A+B³ അങ്ങനത്തെ ഐഡൻറ്റിറ്റീസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ ഉണ്ടായിരിക്കുക. അത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ബേസിക് ആൾജിബ്ര വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് X എന്നുള്ള വാല്യൂ ഒരു സംഭവത്തിന് കൊടുക്കുക, ഈ വാല്യൂവിൻ്റെ 3 ടൈംസ് എടുത്തുകൊണ്ട് അതിനോട് 5 കൂട്ടിയാൽ നിങ്ങൾക്ക് വേറൊരു വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്പർ ഏതാണ്? അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നു ഇതിൽ വരിക. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. 2 ഇക്വേഷൻസ് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് വാല്യൂ കണ്ടെത്തുന്നതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ എന്നുള്ള കേസിൽ പഠിച്ചാറുണ്ട്. അതുപോലെ തന്നെ പോളിനോമിയൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. P(x). ഓക്കെ, കമ്പയറിങ് ക്വാണ്ടിറ്റീസ്, കുറേ യൂണിറ്റ്സിൻ്റെ കൺവേർഷൻ എങ്ങനെയായിരിക്കും വരിക, അങ്ങനത്തെ ക്വസ്റ്റൻസ് ആയിരിക്കും കമ്പയറിങ് ക്വാണ്ടിറ്റീസിൽ വരാൻ പോകുന്നത്.
അതുപോലെ തന്നെ റാഷണൽ ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സിൽ നമ്മൾ കാര്യം ചോദിക്കാനുള്ളത് റാഷണലൈസിങ് ഫാക്ടർ എങ്ങനെ എടുക്കേണ്ടത്, ഓരോ ഡിനോമിനേറ്റർ റാഷണൽ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ പഠിക്കാനുണ്ടാവും. റാഷണൽ നമ്പേഴ്സിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ഡെസിമൽ ഫ്രാക്ഷൻ നമ്പേഴ്സ്, അതിൻ്റെയൊക്കെ കൺവേർഷനും അവരുടെ ഓപ്പറേഷൻസ് എല്ലാം നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. ഓക്കെ, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ റൈസ് ടു എം അതിൻ്റെ എല്ലാം ഓപ്പറേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ എ റൈസ് ടു എം പ്ലസ് എൻ, അങ്ങനെ അതുപോലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ പഠിക്കേണ്ടി വരും. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ നമ്പേഴ്സിൻ്റെ ഒരു 1 to 20 ഉള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറും അവരുടെ സ്ക്വയർ റൂട്ട് കാണാനുള്ള മെത്തേഡും പ്രൈം ഫാക്ടറൈസേഷനും നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കണം. ഇതാണ് സ്റ്റേറ്റ് സിലബസിൽ വരാൻ പോകുന്നത്. ഇനി അടുത്ത് CBSE വരാൻ പോകുന്നത് ഏറെക്കുറെ സിമിലർ ആണ്. ട്രയാങ്കിൾസിൽ പക്ഷേ ഹെറോൺസ് ഫോർമുല എക്സ്ട്രാ ആയിരിക്കും CBSE കണ്ടന്റ് ആയിട്ട് പഠിക്കേണ്ടായിരിക്കും. സ്റ്റേറ്റ് സിലബസിൽ ആ ഹെറോൺസ് ഫോർമുല ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ പൈതഗോറസ് തിയറം ട്രയാങ്കിൾസിൽ ഉണ്ടായിരിക്കും. ഇനി പോളിഗൺസും അതുപോലെ തന്നെ സ്റ്റേറ്റിലുള്ള പോലെ തന്നെയാണ് ലൈൻസ് ആൻഡ് ആംഗിൾസും അതുപോലെ തന്നെ, പക്ഷേ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ റേഷ്യോ മാത്രമല്ല പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൊപ്പോർഷനിൽ ഇൻവേഴ്സ് ആൻഡ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ വർക്ക് ടൈം ആൻഡ് വർക്ക് എന്നുള്ളൊരു കണ്ടന്റ് തന്നെയുണ്ട്, ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. ഒരാൾ ഇത്ര വർക്ക് ചെയ്തു, അതിന് എത്ര സമയം എടുത്തു, അങ്ങനെയാണെങ്കിൽ ഡബിൾ സമയം എടുത്താൽ ഡബിൾ സമയത്തിന് എത്ര വർക്ക് തീരും, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ സർക്കിൾസ് ആൻഡ് ഏരിയ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ. LCM ആൻഡ് HCF ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആൻഡ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അങ്ങനെ കേസുള്ള കാൽക്കുലേഷൻസും CBSE സിലബസിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ അതുപോലെ വേറെ പറയാനുള്ളത് ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആൻഡ് 2 വേരിയബിൾ ഉണ്ടായിരിക്കും. 2 വേരിയബിളിൻ്റെ കാൽക്കുലേഷൻ കുറച്ചും കൂടി ടഫായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ 3D ഷേപ്പും ഉണ്ടായിരിക്കും, കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് ഉണ്ടായിരിക്കും, വേറെ പോളിനോമിയൽസും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. സോ ഇത്ര കണ്ടന്റാണ് നമുക്ക് CBSE സ്റ്റേറ്റ് സിലബസിലും പറയാനുള്ളത്. സോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ എക്സാം വൈ ക്ലാസ് 9 ചാനലിൽ അത്യാവശ്യം നന്നായിട്ട് MTSCക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കും. സോ ഓരോ വീക്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 വീഡിയോസ് ഞങ്ങൾ MTSCൻ്റെ പ്രിപ്പറേഷൻസ് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോരോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലതും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ ചാപ്റ്റർ വൈസ് കട്ട് ഓഫ് ചെയ്തുകൊണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ എല്ലാവരും എക്സാം വൈ ക്ലാസ് 9 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും MTSCൻ്റെ എക്സാമിന് വേണ്ടി ഫോളോ ചെയ്യുക. ഓക്കെ.